ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം വളരെ കോൺഫിഡന്റായി ഉത്തരം പറഞ്ഞുകൊണ്ട് ഡെനിയും ലീനയും എന്നോടൊപ്പം ഉണ്ട്. ലീന എഴുത്തുകാരിയാണ്, കഥകൾ എഴുതും, കവിതകൾ എഴുതും. എഴുത്തുകാരി ആയിരുന്നു. അന്ന് നിർത്തിക്കളഞ്ഞത് നിർത്തിക്കളച്ച് ഇപ്പൊ തന്നെ ഞാൻ പേന എടുത്താൽ തന്നെ മോൾക്കത് വേണം, പേപ്പർ വേണം, അവൾക്ക് വരയ്ക്കണം. പിന്നെ അവളുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ 2 വർഷമായിട്ട് അങ്ങനെ പോകും. എങ്കിലും സമയം കിട്ടും, മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ കുറിച്ച് വെക്കണം. മോൾ ഉറങ്ങുന്ന സമയമുണ്ടാവും, അല്ലാതെ വിശ്രമവേളകളുണ്ടാവും. എഴുതാൻ കഴിയുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. ഞാൻ മണിക്കൂറുകളോളം ഇരുന്ന് ശ്രമിച്ചിട്ടൊക്കെ വളരെ കുറച്ചൊക്കെ എഴുതാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ കുറേശ്ശെ എഴുതി തുടങ്ങുന്നുണ്ട്. നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ, നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ വിഭാവനം ചെയ്യുന്ന കാര്യങ്ങൾ എഴുതാൻ കഴിയുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ 5ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 16,000 രൂപയ്ക്കുള്ള തോംസൺ ഹോം ഡിപ്പോയുടെ ഫണ്ട് സമാനമായി നൽകാൻ പച്ചക്കുതിര റെഡിയായി നിൽക്കുകയാണ് 5ാമത്തെ ചോദ്യവുമായി. പച്ചക്കുതിര 5ാമത്തെ ചോദ്യത്തിലേക്ക്. ഏറ്റവും കൂടുതൽ തവണ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി കിരീടം നേടിയ രാജ്യം. പച്ചക്കുതിര ഓപ്ഷൻസ്: എ നെതർലാൻഡ്, ബി ഇന്ത്യ, സി ഓസ്ട്രേലിയ, ഡി ജർമ്മനി. യുവർ ടൈം ബിഗിൻസ്. വളരെ ആലോചിച്ച് മതി. ആലോചിച്ച് രണ്ടുപേരുടെ തീരുമാനത്തിലെത്തിയതിനു ശേഷം മതി. നമുക്ക് 25 സെക്കൻഡുകളോളം ബാക്കിയുണ്ട്. സാർ, ഓപ്ഷൻ സി ഓസ്ട്രേലിയ. ഓപ്ഷൻ സി ഓസ്ട്രേലിയ. പച്ചക്കുതിര ഞങ്ങൾ കൺഫേം ചെയ്യുന്നു. ഓപ്ഷൻ സി ഓസ്ട്രേലിയ. സ്പോർട്സ് കോട്ടയിലാണോ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ? അല്ലല്ല. ഹോക്കി കളിക്കുമോ? ഹോക്കി കളിക്കാറില്ല, ഫുട്ബോൾ കളിക്കും. ഫുട്ബോൾ കളിക്കും. ഹോക്കി വളരെ റെയറാണ്. എന്നാൽ നമ്മുടെ ഇന്ത്യൻ ഹോക്കി ടീമാണ് ഏറ്റവും പ്രശസ്തമായ ഹോക്കി ടീമാണ് ഇന്ത്യയുടെ. പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ വളരെ കുറച്ച് പേരാണ് ഹോക്കി കളിക്കുന്നത്. അതെ സാർ. ഇപ്പോൾ ആ ഹോക്കി ബാറ്റൊക്കെ മാറ്റിയിട്ട് അത് ക്രിക്കറ്റ് ബാറ്റാക്കിയിട്ട് ക്രിക്കറ്റാണ് നമ്മളെ കുട്ടികൾക്കെല്ലാം കൂടുതൽ താല്പര്യം, അല്ലെ? കൂടുതൽ പോപ്പുലാരിറ്റിയുള്ള കളി ക്രിക്കറ്റ് ആയതുകൊണ്ടായിരിക്കാം. ഏതായാലും ഉത്തരം ശരിയാണോ എന്ന് പച്ചക്കുതിരയോട് ചോദിക്കാം. പച്ചക്കുതിര, ഏതാണ് ശരിയായ ഉത്തരം? ഓസ്ട്രേലിയ ശരിയായ ഉത്തരമാണ്. 12 തവണയാണ് ചാമ്പ്യൻസ് ട്രോഫി നേടിയത്. ജർമ്മനി 9 തവണയും നെതർലാൻഡ്സ് 8 തവണയുമാണ് നേടിയത്. അപ്പോൾ 12 തവണ ചാമ്പ്യൻസ് ട്രോഫി നേടിയ ഓസ്ട്രേലിയ തന്നെയാണ് ശരിയായ ഉത്തരം. അങ്ങനെ 16,000 രൂപയ്ക്കുള്ള ഫർണിച്ചറുകൾ സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. അടുത്തതൊരു ഹേർഡിലാണ്. 32,000 രൂപയ്ക്കുള്ള സമ്മാനം ലഭിക്കേണ്ട ചോദ്യത്തിന് ഉത്തരം ശരിയായില്ലെങ്കിൽ 16,000 എന്നുള്ളത് 8,000 കുറഞ്ഞു പോവും. അത് പേടിക്കേണ്ട. 16,000 32,000 ആക്കി മാറ്റാനുള്ള കുതിപ്പോടുകൂടി തന്നെ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. പച്ചക്കുതിര, അടുത്ത ചോദ്യം. ഏത് കായിക വിഭാഗത്തിനാണ് KJ കപിൽ ദേവിന് അർജുന അവാർഡ് ലഭിച്ചത്? പച്ചക്കുതിര, ഓപ്ഷൻസ്: എ ക്രിക്കറ്റ്, ബി റെസ്ലിംഗ്, സി വോളിബോൾ, ഡി ഷൂട്ടിംഗ്. യുവർ ടൈം ബിഗിൻസ്. ഏത് കായിക വിഭാഗത്തിനാണ് KJ കപിൽ ദേവിന് അർജുന അവാർഡ് ലഭിച്ചതെന്നാണ് ചോദ്യം. ഇനിയും 13 സെക്കൻഡുകളുണ്ട്. സാർ, ഓപ്ഷൻ എ ക്രിക്കറ്റ്. ഓപ്ഷൻ എ ക്രിക്കറ്റ് കൺഫേം ചെയ്യാം, അല്ലേ? ഓപ്ഷൻ എ ക്രിക്കറ്റ് ഞങ്ങൾ കൺഫേം ചെയ്യുന്നു. കപിൽ ദേവ് എന്ന പേര് കേട്ടതെന്നാണ് ക്രിക്കറ്റ്. അതുകൊണ്ടല്ല. KJ കപിൽ ദേവ്. അവിടെ ഒരു കൺഫ്യൂസിംഗ് ആണോ എന്നൊരു സംശയം. KJ കപിൽ ദേവ് ആരാണെന്ന് അറിയില്ല, കേട്ടില്ല. കപിൽ ദേവനെ പരിചയം കപിൽ ദേവാണല്ലോ. കപിൽ ദേവിനാണ് പരിചയമുള്ളത്. KJ യേശുദാസ് എന്ന് കേട്ടിട്ടുണ്ട്, അല്ലേ? KJ കപിൽ ദേവ് എന്ന് കേട്ടിട്ടില്ല. പച്ചക്കുതിരയോട് ചോദിക്കട്ടെ, ഏതാണ് ശരിയായ ഉത്തരം? ചോദിക്കും സാർ. പച്ചക്കുതിര, ഏതാണ് ശരിയായ ഉത്തരം? പിന്നെ വോളിബോൾ എന്ന് പറയുന്നത് വോളിബോൾ എന്നാണ് കേരളത്തിൽ നിന്നുള്ള ഇന്ത്യൻ വോളിബോൾ താരമാണ് KJ കപിൽ ദേവ്. 2010 കപിൽ ദേവിന് അർജുന അവാർഡ് ലഭിച്ചത്. അത് പത്രത്തിൽ വായിക്കുന്ന സമയത്താണ് നമ്മൾ ഇങ്ങനൊരു കപിൽ ദേവ് എന്നു പേരുള്ള ഒരു വോളിബോൾ കളിക്കാരനുണ്ടോ എന്നറിയുന്നത്. KJ കപിൽ ദേവ് എന്ന് പറയുമായിരുന്നു. ലീന ഓപ്റ്റ് ചെയ്യുന്നതും ഞാൻ ഇവിടെ നിന്ന്
കേട്ടതാണ്. വോളിബോൾ എന്ന് പറയാം, വോളിബോൾ എന്ന് പറയാം. ലാസ്റ്റ് ലിനയോട് ചോദിച്ചിട്ട് ലിനയുടെ കൂടെ ഏതാ പറയേണ്ടത്, ഞാൻ പറഞ്ഞു ക്രിക്കറ്റ് പറയാം. ഉറപ്പില്ലായിരുന്നു. പക്ഷെ ബാക്കി എല്ലാ ചോദ്യങ്ങൾക്കും വളരെ ശരിയായ ഉത്തരം തന്നെയാണ് പറഞ്ഞത്. അതും വളരെ കോൺഫിഡന്റ് ആയിട്ടാണ് പറഞ്ഞത്. ആ ജനറൽ നോളജ് മേഖലയിൽ ഒരുപാട് അറിവുള്ളവരാണ് രണ്ടുപേരും. ഈ ഒരു KJ ആണ് പ്രശ്നം വന്നു പോയത് അല്ലേ? പക്ഷെ KJ കപിൽദേവ് ഒരു കേട്ടിട്ടുള്ള പേരാണ്. ഈ അർജുന അവാർഡ് ലഭിച്ചത് കൊണ്ടാണ് KJ കപിൽദേവിനെ നമ്മൾ അറിയുന്നത്. അതും ഇന്ത്യൻ ടീമിലുള്ള കേരളത്തിൽ നിന്നുള്ള ഒരു വോളിബോൾ താരമാണെന്നുള്ള നിലയിൽ കപിൽദേവിനെ അറിയേണ്ടതായിരുന്നു. സാരമില്ല. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചെറിയ ചെറിയ വിഷമങ്ങളാണ് അല്ലേ? ഒരു മത്സരത്തിൽ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റിയത് തന്നെ ഒരു വളരെ സന്തോഷമുള്ള ഭയങ്കര ഭാഗ്യമാണ്. ഒരുപാട് പേര് അങ്ങനെ പറയും. കാരണം എത്രയോ ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ ഇരുന്ന് കാണുന്നതാണ് നമ്മളൊരു മത്സരത്തിൽ പങ്കെടുക്കുന്നതും ഒരുപാട് കാര്യങ്ങൾ പറയുന്നതും അതോടൊപ്പം ഒരുപാട് അറിവ് ലഭിക്കുന്നതും. ഈ മത്സരത്തിൽ ഞാൻ ഓരോ ചോദ്യം ചോദിക്കുമ്പോഴും ഓരോ ഉത്തരം നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോഴും എനിക്കൊരു പുതിയ അറിവുണ്ടാവുകയാണ്. നിങ്ങൾക്കും അതുപോലെ തന്നെയാണ്. ഓരോ ചോദ്യങ്ങൾക്ക് ഉത്തരം കേൾക്കുമ്പോൾ നമ്മൾ ഓരോ അറിവുണ്ടാവുകയാണ്. ഏതായാലും വന്നതിലും പങ്കെടുത്തതിലും ഒരുപാട് സന്തോഷം. ഇനിയും ഒരുപാട് മത്സരങ്ങളിൽ പങ്കെടുക്കാൻ സാധിക്കട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന. നന്ദി. ₹8,000 തോംസൺ ഹോം ഡിപ്പോയുടെ ഫർണിച്ചർ ഞാൻ സമ്മാനമായി. ഇനി അടുത്തതായി പച്ചക്കുതിരയുടെ ഈ മത്സരവേദിയിലേക്ക് എത്തേണ്ടത് ഷീലാകുമാരിയും കുടുംബവുമാണ്. ഞാൻ ബഹുമാനപൂർവ്വം ക്ഷണിക്കട്ടെ ഷീലാകുമാരിയെയും കുടുംബത്തെയും പച്ചക്കുതിരയുടെ ഈ മത്സര പഥത്തിലേക്ക്. നമസ്കാരം. പച്ചക്കുതിരയിലേക്ക് വളരെ സന്തോഷം രണ്ടുപേരും കൂടെ ഇങ്ങനൊരു മത്സരത്തിൽ പങ്കെടുക്കാൻ വന്നതിന്. ഇതൊരു മത്സരമാണ്. ഈ മത്സരത്തിൽ ശരിയുത്തരങ്ങൾ പറഞ്ഞാൽ അതിനൊരു സമ്മാനമുണ്ട്. എനിക്ക് അതിനേക്കാളൊക്കെ ഉപരി നിങ്ങളോട് മറ്റൊരുപാട് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. രണ്ടുപേരും സായിബാബ ഭക്തരാണ് അല്ലേ? എത്ര വർഷം മുമ്പാണ് ഇങ്ങനെ ഈ സായിബാബ ഡിവോട്ടി ആവുന്നത്? 90 മുതൽ. അതിന് പ്രത്യേകിച്ച് വല്ല കാരണമുണ്ടോ? ജീവിതം തിരിച്ചു തന്നത് ബാബയാണ്. അങ്ങേയറ്റ ആത്മഹത്യയുടെ വക്കിൽ നിന്ന് നമ്മളെ ഈ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് ബാബയാണ്. ബാബയില്ലായിരുന്നെങ്കിൽ ഞങ്ങളിന്ന് ജീവിച്ചിരിക്കില്ല. എന്താണ് അത്തരം ഒരു വലിയൊരു ക്രൈസിസ് വരാൻ കാരണം? എന്താണ്? അമ്മയുടെ മരണം അത് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് വിഷമിപ്പിച്ചു. അതിനുശേഷം സാമ്പത്തികമായിട്ട് വീടും സകല സമ്പത്തും ഞങ്ങളുടേത് പോയി. അതിനെല്ലാം ഞങ്ങളെ രക്ഷിച്ചത് ബാബ. ആ മനസ്സിന്റെ ധൈര്യം കൊണ്ടാണ് ഞങ്ങളിന്ന് ജീവിച്ചിരിക്കുന്നത്. അതുവരെ ഉണ്ടായിരുന്ന എല്ലാ സമ്പാദ്യവും പോയി, ജീവൻ ഒഴിച്ച്. എവിടെ പോയിട്ടാണ് അദ്ദേഹത്തെ കാണുന്നത്? ആദ്യം പുട്ടപർത്തിയിൽ തന്നെ പോയി. അതിനു മുമ്പ് ആദ്യം ഒരു 17 വയസ്സുള്ളപ്പോൾ എനിക്ക് എന്റെ വല്യമ്മ ഈസ്റ്റ് ആഫ്രിക്കയിൽ അപ്പോഴേ ബാബ അവിടെ ചെന്നിട്ടുണ്ട്. അപ്പോഴെനിക്കൊരു ഫോട്ടോ, ചെറിയ ഒരു ഫോട്ടോ എനിക്ക് തന്നു. അപ്പോഴേ എനിക്ക് അതിന് കൂടുതലൊന്നും അറിയില്ല. നീ എന്നും വെച്ച് വിളക്ക് കൊളുത്തണമെന്ന് പറഞ്ഞു. ഞാൻ ഇതുപോലൊരു പരീക്ഷാ സമയത്ത് വേറെ ഒന്നും പഠിച്ചില്ലായിരുന്നു. ഞാൻ ഫിസിക്സിന് പ്രാക്ടിക്കലായിരുന്നു പരീക്ഷയ്ക്ക്. അപ്പോൾ ഒന്നും പഠിച്ചില്ലായിരുന്നു. കാരണം അമ്മയ്ക്ക് മഞ്ഞനോവായിട്ട് കൂടുതലായിട്ട്, അമ്മ മാത്രമേ ഉള്ളൂ എനിക്ക്. അപ്പോൾ കൂടുതലായിട്ട് കിടന്നപ്പോൾ ആ ടെൻഷൻ കൊണ്ട് എനിക്കൊന്നും പഠിക്കാൻ പറ്റിയില്ല. പരീക്ഷയുടെ തലയ്ക്കും തലേ ദിവസം ഞാൻ ബാബയോട് പ്രാർത്ഥിച്ചു, ഈ ഫോട്ടോ എടുത്തു വെച്ച് എനിക്ക് വരുന്ന ക്വസ്റ്റ്യൻ ഒന്ന് കാണിച്ചു തന്നെ. 2 ക്വസ്റ്റ്യനിലേ വരുള്ളൂ. അതേപോലെ ഞാൻ രാത്രി സ്വപ്നം കണ്ടു. ഞാൻ പരീക്ഷ എഴുതുകയാണ്. ആ ക്വസ്റ്റ്യൻ, എനിക്ക് വന്ന ക്വസ്റ്റ്യൻ 2 എണ്ണം കണ്ട് ഞാൻ പരീക്ഷ എഴുതുകയാണെന്ന് സ്വപ്നം കണ്ടു. പിറ്റേ ദിവസം ഞാൻ നന്നായിട്ടത് പഠിച്ചു. പിറ്റേ ദിവസം പരീക്ഷ കാളി ചെന്നപ്പോൾ ഞാൻ അന്തം വിട്ടുപോയി. അതേ ക്വസ്റ്റ്യൻ തന്നെ. അപ്പോൾ അത് ബാബ എന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചു. പിന്നെ അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമുണ്ടായി. അതിൽ നിന്ന് എനിക്ക് പിന്നെ അങ്ങ് ജീവിക്കണമെന്നില്ല, ആത്മഹത്യ ചെയ്താൽ മതി എന്നുള്ള അതിനുള്ള ശരിക്കുള്ളൊരു സാഹചര്യം കിട്ടാനായിട്ട് ഞാൻ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. അതങ്ങനെ ചെയ്താൽ എനിക്ക് ജീവിക്കണമെന്നേ ഇല്ലായിരുന്നു. അപ്പം ബാബ സ്വപ്ന ദർശനം തന്നു. സ്വപ്ന ദർശനം എന്ന് വെച്ചാൽ അതാരും പറഞ്ഞാൽ വിശ്വസിക്കില്ല. ശരിക്കും ബാബ കിടക്കുന്ന മുറിയിൽ വന്ന് ശരീരത്തിൽ തൊട്ടു. ബാബ തൊട്ടപ്പോൾ കറണ്ട് അടിക്കുന്ന പോലെയായിരുന്നു ശരീരത്തിൽ. തൊട്ട് കഴിഞ്ഞതിന് ശേഷം എന്റെ എല്ലാ പ്രയാസവും എന്റെ അടുത്ത് പറഞ്ഞു, നീ ഇനി കരയരുത്, നിനക്ക് അമ്മയായിട്ട് ഞാനുണ്ടെന്ന്. അതിനുശേഷം ഞാൻ കരഞ്ഞിട്ടേ ഇല്ല. ഇതൊക്കെ കല്യാണത്തിന് മുമ്പല്ലേ? അല്ല, കല്യാണത്തിന് ശേഷം. ആദ്യം ഉണ്ടായത് കല്യാണത്തിന് ശേഷം 17 പരീക്ഷയുടെ സമയം. അത് കഴിഞ്ഞ് പിന്നെ അമ്മ കല്യാണത്തിന് ശേഷമാണ് അമ്മ മരിച്ച് പെട്ടെന്ന്. താങ്കളും നേരത്തെ സത്യസായി ബാബ ഭക്തൻ തന്നെയായിരുന്നു? ഞാനൊരു നിരീശ്വരവാദിയായിരുന്നു. 35 വയസ്സ് വരെ വളരെ കഠിനമായ നിരീശ്വരവാദിയായിരുന്നു. പക്ഷെ ഞാൻ ഈശ്വരൻ ഇല്ല എന്നല്ല ഞാൻ കണക്കൂട്ടുന്നത്. ഈശ്വരനുണ്ട്. ഈശ്വരൻ നമ്മളിൽ തന്നെ ഉണ്ട്. അത് കാണാതെയാണ് നമ്മൾ അമ്പലങ്ങളും പള്ളികളും ദേവാലയങ്ങളൊക്കെ അന്വേഷിച്ച് പോകുന്നത്.
എന്ന ചിന്താഗതിക്കാരനാണ് ഞാൻ. സത്യസായി ബാബയിൽ കൂടിയാണ് ഞാൻ ഈശോ ചിന്തയിലേക്ക് വന്നത്. ശരിക്ക് സത്യസായി ബാബ എങ്ങനെയാണ് നമുക്കുള്ള ഉപദേശങ്ങൾ തരുന്നത്? ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല, എനിക്ക് അദ്ദേഹത്തെ കാണാനുള്ള അവസരം ഉണ്ടായിട്ടില്ല. അപ്പൊ നമ്മുടെ ഒരു പ്രശ്നം പറയുമ്പോൾ എങ്ങനെയാണ് നമ്മളെ ഉപദേശിക്കുന്നത് അദ്ദേഹം? നമുക്ക് മിക്കവാറും സ്വപ്നത്തിലോ അല്ലെങ്കിൽ നമുക്കതിന് ശരിയായിട്ടുള്ള ഒരു പരിഹാരം എങ്ങനെയെങ്കിലും നമ്മുടെ മനസ്സിലത് വരും. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ വിശ്വാസത്തിന്റെ ദൃഢതയാണ്. അത് നമ്മളുണ്ടാക്കുന്ന ഒരു വിശ്വാസമാണ്, നമ്മുടെ മനസ്സാണ്. അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മനസ്സിൽ തന്നെയാണ് ദൈവവും പിശാചും ഉള്ളത്. അപ്പോൾ നമ്മളൊരു കാര്യം വളരെ ദൃഢമായി വിശ്വസിച്ച് പരീക്ഷ എന്നുള്ള വിശ്വാസത്തിൽ തന്നെ കിടന്നുറങ്ങുമ്പോഴാണ് നമുക്കതൊരു സ്വപ്നത്തിൽ കൂടി അത് വരുന്നത്. നമ്മുടെ ഉപബോധ മനസ്സിൽ നിന്ന് അങ്ങനെ സ്വപ്നം വരുന്നു, നമ്മൾ സ്വപ്നത്തിൽ 2 ക്വസ്റ്റ്യൻസ് കാണുന്നു, പിറ്റേ ദിവസം ആ ക്വസ്റ്റ്യൻ തന്നെ കിട്ടുന്നു. അതൊക്കെ അങ്ങനെ നമ്മുടെ ഒരു മനസ്സിന്റെ വിശ്വാസം കൊണ്ട് സംഭവിക്കാവുന്നതാണ്. അത് ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞാണ്. അതൊക്കെ സംഭവിക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. എനിക്ക് വളരെ മുമ്പ് ഞാൻ അങ്ങനെ ഒരാളുടെയും ഒരു ഡിവോട്ടിയല്ല. മത അമൃതാനന്ദമയുടെ സത്യസായി ബാബയുടെ ഒന്നും അങ്ങനെ പ്രത്യേക ഡിവോട്ടിയല്ല. ഞാൻ വിശ്വസിക്കുന്ന ഒരു മതം, ഞാൻ വിശ്വസിക്കുന്ന ഒരു ചിന്ത, എന്റെ മനസ്സിലൊരു ദൈവം, അങ്ങനെയൊക്കെ ഉള്ളൂ. എന്റെ കയ്യിൽ അന്ന് വളരെ ചെറുപ്പത്തിലാണ് എന്റെ കയ്യിൽ അന്ന് ആകെ ഉണ്ടായിരുന്ന സമ്പാദ്യം എന്ന് പറയുന്നത് 100 രൂപയാണ്. അപ്പൊ എനിക്ക് അടുത്ത ദിവസം ഒരു സൈക്കിൾ വാങ്ങിക്കാനുള്ളതാണ്. അപ്പോൾ 100 രൂപയുണ്ട്, ഇനി കുറച്ച് രൂപയും കൂടെ എനിക്ക് കിട്ടും. ഇതെല്ലാം കൂടി ചേർത്തൊരു 220 രൂപ ഉണ്ടെങ്കിൽ സൈക്കിൾ വാങ്ങിക്കാം. അപ്പൊ ഈ 100 രൂപ ഞാൻ കരുതി വെച്ചിരുന്ന ആ 100 രൂപ കാണാതെ ഇവിടെ പോയി എന്ന് എത്ര ആലോചിച്ചിട്ട് പിടിയിടുന്നില്ല. എനിക്ക് ആരോടും പറയാനും വയ്യ. ആരെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് പോയതാണ്, ഞാൻ എവിടെയെങ്കിലും വെച്ച് മറന്നതാണോ, ഞാൻ ഇത് മാത്രം ആലോചിച്ച് ഒരു ദിവസം രാത്രി, ഒരു ദിവസം വെച്ചാൽ അന്ന് രാത്രി, ഒറ്റ ദിവസമാണ് കാണാതായത്. അന്ന് രാത്രി കിടന്നുറങ്ങുമ്പോൾ ഞാൻ സ്വപ്നം കണ്ടു. ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടതിന് ശേഷം മാറ്റിയിട്ടിരിക്കുന്ന ഒരു പാന്റിന്റെ പോക്കറ്റിൽ ആ പണം ഉണ്ടെന്ന് ഞാൻ രാത്രി സ്വപ്നം കണ്ടു. ഞാൻ ഞെട്ടി ഉണർന്നു. ഞാൻ പോയി നോക്കുമ്പോൾ ആ പാന്റിന്റെ പോക്കറ്റിൽ ആ പൈസ ഉണ്ടായിരുന്നു. അത് പ്രത്യേകിച്ച് ഒരാൾ കാണിച്ചു തരുന്നല്ല, നമ്മുടെ ഒരു ചിന്തയാണത്. നമ്മൾ അത് തന്നെ ആലോചിച്ച് കിടക്കുമ്പോൾ നമുക്കതിനൊരു മാർഗം കിട്ടുന്നതാണ്. ഇപ്പോ സത്യസായി ബാബ ജീവിച്ചിരിപ്പില്ലെങ്കിൽ പോലും ആ വിശ്വാസത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ. ഇപ്പൊ ശരിക്കും സുഖവും സന്തോഷവും തോന്നുന്നുണ്ടല്ലോ അല്ലെ? ആ ഡിവോട്ടി ആയതിനു ശേഷം ആ സന്തോഷം നിലനിൽക്കട്ടെ എന്നാണ് പ്രാർത്ഥന. പച്ചക്കുതിരയിലേക്ക് വരുന്നതിന്റെ തലേദിവസം രാത്രി പച്ചക്കുതിരയിലെ ചോദ്യങ്ങൾ സ്വപ്നം കണ്ടിരുന്നോ? ഇല്ല സാർ, കണ്ടിട്ടില്ല. അങ്ങനെ പ്രാർത്ഥിച്ചില്ല. അതുകൊണ്ട് ഒരു നല്ലൊരു സമ്മാനം വാങ്ങിക്കാനുള്ള അവസരം ഉണ്ടാവണേന്ന് പ്രാർത്ഥിച്ചു. കാരണം പകുതി എനിക്കും പകുതി ആശ്രമത്തിനും കൊടുക്കും. നല്ല ചിന്തയാണ്. അപ്പോ എനിക്കേതായാലും കൗതുകമുള്ള ചോദ്യങ്ങൾ തന്നെ ചോദിക്കാം. സ്വപ്നത്തിൽ കണ്ട ചോദ്യങ്ങളല്ല, പുതിയ ചോദ്യങ്ങൾക്ക് തന്നെ കിടക്കാം. 2 സമ്മാനങ്ങളാണ് ഓപ്റ്റ് ചെയ്യാനുള്ളത്. ഒന്ന് ദുബായ് ഗോൾഡ് സൂക്കിന്റെ സ്വർണ്ണാഭരണങ്ങൾ, 2 തോംസൺ ഹോം ഡിപ്പോ നൽകുന്ന ഫർണിച്ചർ. ഏത് സമ്മാനം വേണം? സ്വർണ്ണാഭരണങ്ങളാണ് വേണ്ടത്. ദുബായ് ഗോൾഡ് സൂക്ക് നൽകുന്ന 1000 രൂപയ്ക്കുള്ള സ്വർണ്ണാഭരണങ്ങൾ സമ്മാനമായി ലഭിക്കേണ്ട ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. പച്ചക്കുതിര, ആദ്യത്തെ ചോദ്യം. പാലക്കാടിനടുത്തുള്ള തസ്രഖ് ഗ്രാമത്തിന്റെ കഥ പറയുന്ന ഒ.വി. വിജയന്റെ നോവൽ ഏത്? പച്ചക്കുതിര, ഓപ്ഷൻസ് പ്ലീസ്. എ തസ്രഖിന്റെ കഥ, ബി ഖസാക്കിസ്ഥാന്റെ ഇതിഹാസം, സി പാലക്കാടൻ പനകൾ, ഡി ഖസാക്കിന്റെ ഇതിഹാസം. യുവർ ടൈം ബിഗിൻസ്. 30 സെക്കൻഡുകളാണുള്ളത്. ഇതിൽ നിന്നും പാലക്കാടിനടുത്തുള്ള തസ്രഖ് ഗ്രാമത്തിന്റെ കഥ പറയുന്ന ഒ.വി. വിജയന്റെ നോവൽ ഏതെന്നാണ് കണ്ടെത്തേണ്ടത്. ഇനി 20 സെക്കൻഡുകളുണ്ട്. ഇനി 10 സെക്കൻഡുകളേ ഉള്ളൂ. പെട്ടെന്ന് ഉത്തരം പറയേണ്ടതാണ്. എ തസ്രഖിന്റെ കഥ കൺഫേം ചെയ്യാം അല്ലേ? പച്ചക്കുതിര ഞങ്ങൾ കൺഫേം ചെയ്യുന്നു. എ തസ്രഖിന്റെ കഥ. പാലക്കാടിനടുത്തുള്ള തസ്രഖ് ഗ്രാമത്തിന്റെ കഥ പറയുന്ന ഒ.വി. വിജയന്റെ നോവൽ തസ്രഖിന്റെ കഥയാണെന്നാണ് പറയുന്നത്. പച്ചക്കുതിര, ഏതാണ് ശരിയായ ഉത്തരം? വളരെ സങ്കടകരമായ കാര്യമാണ്. ഖസാക്കിന്റെ ഇതിഹാസമാണ് ശരിയായ ഉത്തരം. 1969 പുറത്തിറങ്ങിയ ഈ പുസ്തകമാണ് മലയാള നോവലുകളുടെ ചരിത്രത്തിന് തന്നെ പുതിയൊരു മാനം നൽകിയ കഥയാണ് ഖസാക്കിന്റെ ഇതിഹാസം. എല്ലാ മലയാളികളും വായിച്ചിരിക്കേണ്ട പുസ്തകം, സാഹിത്യം ഇഷ്ടപ്പെടുന്ന ആളുകളെല്ലാം വായിച്ചിരിക്കേണ്ട പുസ്തകമാണ്. എന്നും മലയാള സാഹിത്യത്തില് ഒരു മൈൽ സ്റ്റോണായി പറയുന്ന പുസ്തകമാണ് ഒ.വി. വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം.
അത് തസ്രഖിന്റെ കഥ പറയുന്ന ഗ്രാമത്തിന്റെ കഥ പറയുന്നെന്ന് ചോദിച്ചതുകൊണ്ടാണ് തസ്രഖിന്റെ കഥ എന്നുള്ള നോവലാണെന്ന് പറയാൻ കാര്യം, അല്ലേ? സാരമില്ല. കഴിഞ്ഞ 40 വർഷത്തിനിടെ 50 തവണ പുനഃപ്രസിദ്ധീകരണം നടത്തിയ ഒരു നോവലാണ് ഒ വി വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം. അപ്പോ ആദ്യത്തെ ചോദ്യത്തിന് തന്നെ ശരിയായ ഉത്തരം പറയാൻ സാധിക്കാത്തത് വലിയ നിർഭാഗ്യമായി വേണം കണക്കാക്കാൻ. പച്ചക്കുതിരയുടെ ചരിത്രത്തിൽ ആദ്യമാണ് എല്ലാവരും ആദ്യത്തെ ചോദ്യത്തിന് എങ്ങനെയെങ്കിലും ശരിയായ ഉത്തരം പറയാൻ സാധിച്ചിട്ടുണ്ട്. ഇത് ഒട്ടും വിഷമിക്കേണ്ട, അത് ഒരു ചെറിയ പരീക്ഷണം എന്ന് മാത്രമേ കരുതാവൂ. ഏതായാലും വരാൻ കഴിഞ്ഞതും പങ്കെടുക്കാൻ കഴിഞ്ഞതും വളരെ സന്തോഷകരമായിട്ട് കരുതുക. നിങ്ങളുടെ ഭക്തിമാർഗം നേരായ വഴി കാണിച്ചു തരട്ടെ എന്ന പ്രാർത്ഥനയോടെ തൽക്കാലം പച്ചക്കുതിരയിൽ നിന്നും വിടവാങ്ങാം. നന്ദി. വളരെ സന്തോഷം വന്ന് പങ്കെടുത്തതിന്. ഗുഡ് ലക്ക്. എല്ലാ അനുഗ്രഹങ്ങളും പ്രാർത്ഥന. ജോസാ ലൂക്കാസ് പച്ചക്കുതിരയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുകയാണ്. കൂടുതൽ കൗതുകകരമായ ചോദ്യങ്ങൾ കേൾക്കാൻ, കൂടുതൽ അറിവ് നേടാൻ നമുക്ക് ഒരു ദിവസം കൂടി കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. കാണാം അടുത്ത ദിവസം. ശുഭരാത്രി.